നിരോധിത സംഘടനകൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിയെന്ന് കെ സുരേന്ദ്രൻ. വരാനിരിക്കുന്നത് വലിയ വിപത്ത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായിട്ടില്ല. താൻ രാജിവെക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ദിസ്ന, വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എവിടേക്കോ ചില വാർത്തകൾ പ്രചരിക്കപ്പെട്ടിരുന്നു. എല്ലാത്തിനും വളരെ വിശദമായ മറുപടിയാണ് കെ സുരേന്ദ്രൻ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള അഭ്യൂഹങ്ങൾ തന്നെയായിരുന്നു BJP നേതൃത്വത്തിനും കെ സുരേന്ദ്രനും എതിരെയൊക്കെ തന്നെയും മാധ്യമങ്ങളൊക്കെ തന്നെ പ്രചരിച്ചത്. ഈ മാധ്യമ വാർത്തകളെ ഒക്കെ തന്നെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം നടന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, തന്റെ രാജ്യസന്നദ്ധതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന് അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം എന്നത് തന്നെയാണ് BJP കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും കെ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് ഇതൊക്കെ തന്നെയും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ പരാജയപ്പെടുമ്പോൾ BJPയെ, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഓരോ വ്യക്തികളെയും അധിക്ഷേപിക്കുന്നത് മാധ്യമ സൃഷ്ടിയായി ഉയരുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞത്. കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളൊക്കെ തന്നെയും പല മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. ഈ വോട്ടുകൾ മറിക്കുന്നതിൽ അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളും അത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു വ്യക്തിയല്ല BJPയിലെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുക എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് എല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനമാണ്, നേതൃത്വത്തിന്റെ തീരുമാനമാണ്. BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൽ വ്യക്തമായ നയമുണ്ട് എന്നത് തന്നെയാണ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം SDPI കൂട്ടുകെട്ട് തന്നെയാണ്. കേരളത്തെ കലാപഭൂമിയാക്കുവാൻ ഇരു മുന്നണികളും ശ്രമിക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. ഈ SDPI കൂട്ടുകെട്ട് പാലക്കാട് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നു. ഇത് സമൂഹത്തിന് വലിയ രീതിയിലുള്ള വിപത്തുണ്ടാക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളിലായി വലിയൊരു രീതിയിൽ BJPയിൽ വലിയൊരു രീതിയിൽ സംഘർഷം ഉണ്ടാവുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയുമാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. പ്രധാനമായും അദ്ദേഹത്തിന്റെ രാജ്യസന്നിധത അറിയിച്ചു, ശോഭാ സുരേന്ദ്രനുമായും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങളെ ഒക്കെ തന്നെയും ഈ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പരാജയമുണ്ടായി, അതായത് വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കും. ബൂത്ത് തലത്തിൽ കാര്യമായി പ്രവർത്തകരെ ഒക്കെ വെച്ച് വലിയൊരു രീതിയിലുള്ള പരിശോധനയുണ്ടാവും. വലിയൊരു രീതിയിലുള്ള ഒരു പരിശോധന ഉണ്ടായി. എന്നാൽ വയനാടിൽ വോട്ട് വിഹിതം വർദ്ധിക്കുകയുണ്ടായി, അത്തരത്തിൽ വോട്ട് ശതമാനം വർദ്ധിക്കുവാൻ സാധിച്ചു. എന്നാൽ മഹാരാഷ്ട്രയിലെ വിജയം ഒന്നും തന്നെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല എന്നൊരു കാര്യവും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരുന്നത് നിരോധിത സംഘടനയുമായി ഇരു മുന്നണികളും നടത്തുന്ന കൂട്ടുകെട്ട്, പ്രധാനമായും UDFന്റെ കൂട്ടുകെട്ടിനെയാണ് പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു വിജയം തന്നെയാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. അതിനെ ശരിവെക്കുന്ന പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തെ ഒരു കലാപഭൂമിയാക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് ഈ ഇരു മുന്നണികളും നടത്തുന്നത് എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം വ്യക്തമാക്കിയത്, ഈ രാജിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അത് കേന്ദ്ര നേതൃത്വമാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. താൻ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ബാക്കിയൊക്കെ തന്നെ ഈ മാധ്യമ സൃഷ്ടിയാണ് എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വീണ, അതേസമയം പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഉയർന്ന വാർത്തകളോടുള്ള പ്രതികരണം എന്താണ്? തീർച്ചയായും പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ അതിന് BJPയുടേതായ നയങ്ങളുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നയം അനുസരിച്ച് എല്ലാ നേതൃത്വത്തെയും അറിയിച്ച് അതിനൊരു ചുമതല വഹിക്കുന്ന ഒരാളുണ്ടാവും. അദ്ദേഹത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് എല്ലാ നേതൃത്വത്തെയും അത് അറിയിച്ചതിന് ശേഷമാണ് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത് എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരു പാളിച്ചയും ഉണ്ടായിട്ടില്ല, അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെ ഒക്കെ തന്നെയും നിഷ്പക്ഷമായി അദ്ദേഹം തള്ളിക്കളയുന്ന ഒരു രംഗം തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ വോട്ടുകൾ മറച്ചു എന്ന തരത്തിലൊക്കെ തന്നെ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. അതിനെയൊക്കെ തന്നെയും അദ്ദേഹം വിമർശിച്ചു. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ പിന്തുണച്ചത് അവർ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു.
ഈ കെ സുരേന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന അഭ്യൂഹങ്ങളൊക്കെ തന്നെയും ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരുന്നതാണ്. എന്നാൽ BJP-യെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കും, അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീണ, ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് SDPI വോട്ടുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച വലിയ രീതിയിൽ വ്യാപകമായ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അതായത് ഒരു മതവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രചാരണങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രീതിയിലുള്ള ആപത്തിലേക്കാണ് ഇനി വരും കാലങ്ങളിൽ പോവുക. അതൊരു മുന്നറിയിപ്പായി കണക്കാക്കണം എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്കെതിരെ വരുന്ന അഭ്യൂഹങ്ങളെയൊക്കെ തന്നെ വലിയ രീതിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. ശരി ദിസ്ന.